നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എല്ലാവരും ഇഷ്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒരുപാട് പാർട്ടിക്കാർക്ക് കൂട്ടിട്ടുന്നുണ്ട്. അവരെല്ലാം രംഗത്തൊരുവാണ്, ഞങ്ങൾ അവഹേളിച്ചു അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തൊരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് നീക്കുമോ? ഇതിന് മുന്നോട്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിരുന്നു. അതിനെ സംബന്ധിച്ച് കെ. സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. ബോർഡിന്റെ അനുമതി കിട്ടിയ എവിടെ സിനിമ നടക്കും? അത് DYFI ഓഫീസിൽ നിന്നല്ല, യൂത്ത് ലീഗിന്റെ ഓഫീസിൽ നിന്നല്ല, സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇതുവരെ മിണ്ടാത്തവരൊക്കെ മറ്റ് സിനിമകളും നാടകങ്ങളും വന്നപ്പോൾ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്തിനാണ് വരുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിനിമ ഇറക്കുവാനോ അത് കാണുവാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു ഭരണ പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതെല്ലാ ജനങ്ങൾക്ക് കൂടിയുള്ളതാണ്. അതിനകത്ത് കൈയിട്ട് വാരി നശിപ്പിക്കാൻ ഒരു തെണ്ടിക്ക് അവകാശമില്ല. ഈ സിനിമയ്ക്കകത്ത് ഒരു തരത്തിലും ഇന്ത്യക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും വെളിവാക്കുന്നില്ല. ഇതിനകത്ത് ആകെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് സിനിമയിൽ കാണിക്കുന്നത്. അതിനെയാണ് ഈ സംഖ്യകൾ ഭയപ്പെടുന്നതിൽ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇതിന് മുന്നേ ഒരു സിനിമ നടിയുടെ കാലിടായിട്ടുള്ള ജഡ്ഡിയുടെ കളർ കാവ്യാണെന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിക്കറിമുള്ള ടീംസാണ് നിങ്ങൾ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയപ്പെടും. കാരണം പുതുതലമുറ ഈ സിനിമയെ കുറിച്ച് അല്ല ഈ ചരിത്രത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അത് മാത്രമല്ല ഇപ്പൊ നിലവിലുള്ള സോഷ്യൽ മീഡിയത്തിന്റെ കാര്യങ്ങളൊന്നും ഇത് ചർച്ചയാക്കപ്പെടുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സിനിമയ്ക്കെതിരായിട്ട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് ഈ ഒരു ഭാഗങ്ങളെല്ലാം പറിച്ചു മാറ്റാം, പക്ഷെ ചരിത്രേടുകളിൽ നിന്നോ ജനഹൃദയങ്ങളിൽ നിന്നോ ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് ഒരിക്കലും പറിച്ചു നീക്കാൻ സാധിക്കുകയില്ല.